എല്ലാവർക്കും എൻ്റെ നാടായ ചെല്ലാനം ഗ്രാമത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചെല്ലാനം. കൊച്ചിയിൽ മത്സ്യബന്ധനത്തിന് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചെല്ലാനം ഹാർബർ. നമ്മുടെ ആദ്യത്തെ കാഴ്ച അങ്ങോട്ടേക്ക്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ജാതി മതഭേദമന്യേ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലം ഉണ്ട്. ഇതിനെ ഹാർബറിലെ കപ്പൽ പള്ളി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പൂർവികർ കടലിലെ പല ആപൽ ഘട്ടങ്ങളിൽ നിന്നും രക്ഷ നേടിയതിൻ്റെ നന്ദി സൂചകമായി നിർമ്മിച്ചതുകൂടിയാണ് ഈ കപ്പൽ പള്ളി. ഇപ്പോൾ ഹാർബറിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മത്സ്യബന്ധനത്തിൽ പോകുന്ന വള്ളങ്ങളാണ് ഇവിടെ നിരനിരയായി നങ്കൂരമിട്ടിരിക്കുന്നത്. പല സമയങ്ങളിലായിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മത്സ്യം നിറച്ച വഞ്ചികൾ കരയ്ക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ചെറുകിട കച്ചവടക്കാർ മുതൽ കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പനികൾ വരെ മത്സ്യലേലത്തിൽ പങ്കെടുക്കുന്നു. ചെല്ലാനം ഹാർബർ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതോടൊപ്പം തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടാകും ആ കൂട്ടത്തിൽ. അടുത്തത് ചെല്ലാനത്തെ ബാക്ക്വേർഡ് ഹെറിറ്റേജ് റിസോർട്ടായ കൊണ്ടേലിപ്പിലെ കാഴ്ചകളാണിത്. 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ റിസോർട്ടിലേക്ക് എത്താൻ വഞ്ചി മാത്രമാണ് ആശ്രയം. വളരെ ശാന്തമായ പ്രദേശമാണിവിടെ. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയ പെഡൽ ബോട്ടിങ്ങും കൊതുമ്പ് വള്ളവും ഓർഡിനറി ബോട്ടിങ്ങും പകൽ സമയങ്ങളിൽ സജ്ജമാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മലയാളം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണെങ്കിലും ചെല്ലാനംകാരുടെ തീരാ ദുഃഖമാണ് ഇവിടത്തെ കടൽ കയറ്റം. 2021 ടൗട്ട ചുഴലിക്കാറ്റാണ് ഈ പ്രദേശത്തെ ആകെ പിടിച്ചുലച്ചത്.
എൻ്റെ വീടിൻ്റെ മുൻവശമായ തീരദേശ ഹൈവേ ആണ് ഈ കാണുന്നത്. എല്ലാ വർഷവും കടൽ കയറ്റം ഉണ്ടാകുമെങ്കിലും ഇത്രയും രൂക്ഷമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് ടൗട്ട ചുഴലിക്കാറ്റ് മൂലമാണ്. കടൽ കയറ്റം എന്ന ഒരു തീരാ ദുഃഖത്തിൽ നിന്നും ചെല്ലാനത്തുകാർക്ക് ആശ്വസിക്കാൻ പുതിയ ടെട്രാ പാഡുകൾ നിർമ്മിച്ചു വരികയാണ്. കടൽ കയറ്റത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ടെട്രാ പാഡുകൾ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ പൂർത്തീകരണം 2022 അവസാനത്തോടു കൂടി ഉണ്ടായിരിക്കും.